നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. നീതിയുള്ള ഒരു ഭരണ സംവിധാനം നമ്മുടെ ഏവരുടെയും സ്വപ്നമാണ്. നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കുന്ന നേതാക്കന്മാർ മുൻപിൽ നിന്ന് പ്രവർത്തിക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ധൈര്യമാണ്. അങ്ങനെ അറിഞ്ഞു പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ നമ്മുടെ രാജ്യത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ വിശുദ്ധ വേദ പുസ്തകം ഒരു നായകനെ പരിചയപ്പെടുത്തുന്നു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. വിശുദ്ധ വേദ പുസ്തകം പരിചയപ്പെടുത്തുന്ന നായകൻ വാക്കു പറഞ്ഞാൽ മാറാത്ത നായകനാണ്. പറഞ്ഞത് മുഴുവനും നിവർത്തിക്കുന്ന നായകനാണ്. എന്തു പറഞ്ഞാലും അതിലൊരു വള്ളി പോലും കുറയാതെ നിവർത്തിച്ച് കാണിക്കുന്ന നായകൻ, എന്തുകൊണ്ടും അനുഗമിക്കാൻ യോഗ്യതയുള്ളവൻ. ആ നായകനെക്കുറിച്ച് കൂടുതലായി അറിയണം കേട്ടോ. ആ നായകനെ അറിയണം, ആ നായകനെ അനുഗമിക്കണം. ലക്ഷക്കണക്കിന് വരുന്ന അണികളെ അടുത്തറിയുന്ന നായകൻ ആരാണ് ഈ ഭൂമിയിലുള്ളത്? മുൻപിൽ നിൽക്കുന്നവരെ നമുക്കറിയാം. പിൻപിൽ നിൽക്കുന്ന അണികളെ അടുത്തറിയുന്നതിൽ മനുഷ്യൻ പരാജയപ്പെടുമ്പോൾ യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവരെന്നെ കാണുന്നുണ്ട്, എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഈ നായകന് നമ്മെ ഓരോരുത്തരെയും അടുത്തറിയാം. അടുത്തെന്ന് പറഞ്ഞാൽ വളരെ അടുത്ത്. മനുഷ്യൻ പുറമെയുള്ളത് മാത്രം കാണുമ്പോൾ ഈ നായകൻ നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്ന ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ, ശൂന്യതകളെ, വേദനകളെ ദൂരത്ത് നിന്ന് കാണുന്നവനാണ്. കാണുക മാത്രമല്ല കേട്ടോ, അവൻ തൻ്റെ വചനം അയച്ച് നമ്മെ വിടുവിക്കുന്ന നായകനാണ്. കഷ്ടങ്ങളുടെ നടുവിൽ നമ്മുടെ പ്രിയരെന്ന് തോന്നുന്നവരെല്ലാം നമ്മെ വിട്ടകന്നു പോകുമ്പോൾ ഈ നായകൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. ഇങ്ങനെ ഒരു നായകനുണ്ടോ? ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവാണ്. രാത്രിയുടെ യാമങ്ങളിലൊക്കെ നാം കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങാതെ മയങ്ങാതെ നമ്മെ പരിപാലിക്കുന്ന ഒരു നായകനുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവാണ്. നിങ്ങൾക്ക് അവനെ കാണാൻ കഴിയുന്നില്ലല്ലേ? അവൻ ദൈവമാണ്, അവൻ ആത്മാവാണ്. അവൻ തൻ്റെ ഉള്ളം കൈകൊണ്ട് സമുദ്രത്തിലെ വെള്ളത്തെ മുഴുവൻ വഹിക്കുന്ന നായകനാണ്. അവനൊരു നാഴിയിൽ ഭൂമിയിലെ പൊടി മുഴുവൻ കൊള്ളിക്കുന്ന നായകനാണ്. സർവശക്തൻ എന്നാണ് അവൻ്റെ നാമം. വീണ്ടെടുപ്പുകാരൻ എന്നാണ് അവൻ്റെ നാമം. മറ്റൊരു നാമമുണ്ട്, സ്നേഹം. അവൻ സ്നേഹിച്ചതുപോലെ, അവൻ സ്നേഹിക്കുന്നത് പോലെ ആരും നമ്മെ സ്നേഹിച്ചിട്ടില്ല കേട്ടോ. വാക്കുകൊണ്ട് സ്നേഹിക്കുന്നവനല്ല, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സ്നേഹിക്കുന്നവനാണ്. ഒരു കർണത്തടിക്കുന്നവന് മറുകർണം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ തലകുനിച്ചു നിന്ന മുഖം കാണിച്ചു കൊടുത്തവനാണ് ഈ നായകൻ. പ്രിയപ്പെട്ടവരെ, അവൻ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ട് തൻ്റെ ചങ്കിലെ ചോര തന്ന് സ്നേഹിച്ച് കാണിച്ചവനാണ്. വാക്ക് തന്നിട്ട് പോയിരിക്കുകയാണ്. തന്നെ അനുഗമിക്കുന്നവരോടൊക്കെ യേശു പറഞ്ഞു, എന്നെ അവർ ക്രൂശിച്ചു കൊന്നുകളയും, എന്നാൽ ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. എന്തു പറഞ്ഞോ അത് തന്നെ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് മാത്രമല്ല, അനുഗമിക്കുന്നവരോട് പറഞ്ഞു,
ഇതുപോലെ എന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്തൊരു വാക്കാണല്ലേ! സാമ്പത്തികമൊക്കെ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ് താൽക്കാലിക സംതൃപ്തി തന്ന് നമ്മെ വിടുന്ന നായകനല്ല. നിത്യജീവൻ തരാമെന്ന് പറയുന്ന നായകൻ, പാപമോചനം തരാമെന്ന് പറയുന്ന നായകൻ, ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാമെന്ന വാക്ക് തന്നിരിക്കുന്ന നായകൻ. അങ്ങനെ ഒരാളുണ്ട്, അങ്ങനെ ഒരു നായകനുണ്ട്. ഈ പകൽ നീ അവനെ അറിയണം. അവൻ നിന്റെ ഹൃദയ കവാടത്തിൽ നിന്ന് മുട്ടുകയാണ്. ഓ, അത്ര അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നിന്നെ അടുത്തറിയുന്നുണ്ടെന്നേ. ഈ ഭൂമിയിൽ ആരും നിന്നെ അടുത്തറിയാതിരിക്കുമ്പോൾ ഹൃദയ കവാടത്തിൽ നിന്ന് മുട്ടുന്ന ഒരു നായകനുണ്ടെങ്കിൽ അവൻ യേശുവാണ്. നീ ആ ശബ്ദം കേട്ട് പ്രതികരിച്ചാൽ അവരെന്നേക്കും നിന്നോട് കൂടെ വസിക്കും. നിത്യതയിലും നീ അവനോട് കൂടെ ഉണ്ടായിരിക്കും. വചനത്തെ ഏറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.